الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي خلق الموت والحياة ليبلو الناس أيهم أحسن عملا. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. أم يقولون تقوله بل لا يؤمنون فليأتوا بحديث مثله إن كانوا صادقين. أم خلقوا من غير شيء أم هم الخالقون أم خلقوا السماوات والأرض بل لا يوقنون. صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരികളെ, സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പടച്ചവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വ ഉള്ളവരായി ജീവിക്കണമെന്ന് ഞാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിശമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ലോകത്ത് ഇന്ന് നൂറുകണക്കായ മതസമുദായങ്ങളുണ്ട്. ആ മതസമുദായങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സമുദായമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്ന് അറിയപ്പെടുന്ന മില്ലത്ത് ഇസ്ലാമിക സമൂഹം. മിക്കവാറും എല്ലാ മതസമുദായങ്ങൾക്കും അവരവരുടേതായ വേദഗ്രന്ഥങ്ങളുണ്ട്. ഇസ്ലാമിക സമൂഹത്തിനും അവർ കൊണ്ടാടുന്ന, അവരുടെ കരളിനെ പോലെ സ്നേഹിക്കുന്ന ഒരു വേദഗ്രന്ഥമുണ്ട്. മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് ഇസ്ലാമിക സമൂഹം ആ നിലക്ക് ഭാഗ്യവാന്മാരാണ്. കാരണം എങ്ങനെയാണോ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായിട്ടുള്ളത്, അത് അതേപടി ഇന്നും തങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായി നിലനിൽക്കുന്നു എന്നതാണ് മുസ്ലിം സമുദായത്തിന് എടുത്തു പറയാൻ കഴിയുന്ന ഭാഗ്യം. ഈ ഭാഗ്യം മറ്റൊരു മതസമുദായത്തിനുമില്ല എന്ന് നമ്മൾ വെറുതെ അവകാശപ്പെടുകയല്ല, അതത് മതസമൂഹങ്ങൾ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇസ്ലാമിക സമൂഹത്തിന് ഏറ്റവും വലിയ ഒരു ദുർഭാഗ്യവുമുണ്ട്. യാതൊരു കളങ്കവുമില്ലാതെ, യാതൊരു തരത്തിലുള്ള മാറ്റത്തിരുത്തലുകൾക്കും വെട്ടിത്തിരുത്തലുകൾക്കും വിധേയമാകാതെ നിലനിൽക്കുന്ന ഗ്രന്ഥം കയ്യിലുണ്ടായിട്ടും ആ ഗ്രന്ഥത്തെ അനുധാവനം ചെയ്യുവാൻ കഴിയുന്നില്ല മുസ്ലിങ്ങൾക്ക് എന്നുള്ളത് മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ നിർഭാഗ്യമാണ്.
ഒരു ഘട്ടത്തിൽ വിശുദ്ധ ഖുർആനാണ് ഇസ്ലാമിക സമൂഹത്തെ ഉണർത്തി വളർത്തുകയും ലോകത്തിലെ ഏറ്റവും സംസ്കൃതമായിട്ടുള്ള, സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു സമൂഹമാക്കി അവരെ മാറ്റുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇസ്ലാമിക സമൂഹത്തെ പുറമെ നിന്ന് ആക്ഷേപിക്കുന്നവർ ഇന്ന് ആക്ഷേപിക്കുന്നത് വിശുദ്ധ ഖുർആനാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ എല്ലാ പതിതാവസ്ഥക്കും കാരണം എന്നാണ്. വിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥം മുസ്ലിം സമുദായത്തെ 7-ാം നൂറ്റാണ്ടിലോ 8-ാം നൂറ്റാണ്ടിലോ തളച്ചിട്ടിരിക്കുന്നു. അതിനുശേഷം ഇസ്ലാമിക സമൂഹത്തിന് വളരാനുള്ള എല്ലാ സാധ്യതയും വിശുദ്ധ ഖുർആൻ കൊട്ടിയടച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും ഇന്ന് ശത്രുക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്ന ചില ആളുകൾ മുസ്ലിം സമുദായത്തിൽ നിന്നും പറഞ്ഞു പോകുന്നു, ചിന്തിച്ചു പോകുന്നു, മുസ്ലിം സമുദായത്തിന്റെ ഇന്നത്തെ എല്ലാ പതിതാവസ്ഥക്കും കാരണം വിശുദ്ധ ഖുർആൻ തന്നെയല്ലയോ എന്ന്. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം നിങ്ങൾ കേൾക്കുക. ത്വാഹ മാ അൻസലൽ ഖുർആന ലിതശ്ഖാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് നീ നിർഭാഗ്യവാനായി തീരാനല്ല, നിനക്ക് ഭാഗ്യമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ നിന്നെ ഏറ്റവും ശരിയായ ദിശയിലേക്ക് നയിക്കുന്നു. വിശുദ്ധ ഖുർആൻ നിന്നെ ക്ഷേമത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കുന്നു. വിശുദ്ധ ഖുർആൻ നിന്നെ പുരോഗതിയിലേക്കും വികസനത്തിലേക്കും നയിക്കുന്നു. വിശുദ്ധ ഖുർആൻ അതനുധാവനം ചെയ്യുന്ന നാഗരികതകളെ വൃദ്ധ്യുന്മകമായിട്ടുള്ള പുരോഗതിയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനെക്കുറിച്ച് അവകാശപ്പെട്ടിട്ടുള്ളത്. ഏതൊക്കെ സമൂഹങ്ങൾ നിന്ദ്യരായി തീർന്നിട്ടുണ്ടോ ആ സമൂഹങ്ങൾ നിന്ദ്യരായി തീർന്നിട്ടുള്ളത് അവർക്ക് ലഭ്യമായിട്ടുള്ള വേദഗ്രന്ഥത്തോട് അവർ നീതി കാണിക്കാത്തതുകൊണ്ട് മാത്രമായിരുന്നു എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇസ്രായേൽ സന്തതികളുടെ പതിതാവസ്ഥയെ വിലയിരുത്തിയതിനു ശേഷം ഖുർആൻ പറയുന്നു, വലൗ അന്നഹും മഖാമുസ് തൗറാത വൽ ഇൻജീൽ വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം. അവർ തൗറാത്തും ഇഞ്ചീലും നിലനിർത്തിയിരുന്നുവെങ്കിൽ, അവരിലേക്ക് അവതീർണമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അവർ നിലനിർത്തിയിരുന്നുവെങ്കിൽ, ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം, അവർക്ക് ഉപരിലോകത്ത് നിന്നും തങ്ങളുടെ കാൽപാദങ്ങൾക്ക് താഴെ നിന്നും ഭക്ഷ്യപദാർത്ഥങ്ങൾ ലഭിക്കുമായിരുന്നു, സുഭിക്ഷമായ ഒരു അന്തരീക്ഷം അവർക്കുണ്ടാകുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വിലയിരുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അവർ എങ്ങനെ നിന്ദിതരായി തീർന്നു, അവർ എങ്ങനെ പീഡിതരായി തീർന്നു. വളുരിബതു അലൈഹിമുസ് സില്ലതു വൽ മസ്കന വബാഉ ബിഗളബിൻ മിനല്ലാഹ്. നിന്ദിതയും ദാരിദ്ര്യവും അവരുടെ മേൽ മുദ്രണം ചെയ്യപ്പെട്ടു. അല്ലാഹുവിങ്കൽ നിന്നുള്ള കോപത്തിന് അവർ പാത്രമായി. ذلك بأنهم كانوا يكفرون بآيات الله. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി എന്നതുകൊണ്ടാണ് അത് സംഭവിച്ചിട്ടുള്ളത്. ويقتلون النبيين بغير حق بغير الحق. അന്യായമായി അവർ പ്രവാചകന്മാരെ വധിച്ചു കളഞ്ഞു എന്നതുകൊണ്ടുമാണ്. ذلك بما عصوا وكانوا يعتدون. അവർ ധിക്കാരികളായി എന്നതുകൊണ്ടും അതിരുവിട്ട് പ്രവർത്തിച്ചു എന്നതുകൊണ്ടുമാണ് നിന്ദിതയും ദാരിദ്ര്യവും അവരുടെ മേൽ മുദ്രണം ചെയ്യപ്പെട്ടത്, അല്ലാഹുവിന്റെ കോപത്തിന് പാത്രമായി തീർന്നിട്ടുള്ളത് എന്ന് അല്ലാഹു വിലയിരുത്തുകയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഏതെങ്കിലും ഒരു നൂറ്റാണ്ടിൽ നമ്മെ പിടിച്ചുകെട്ടുകയല്ല.
നൂറ്റാണ്ടുകൾ മാറി മാറി വരുന്നതിനനുസരിച്ച് വികാസക്ഷമമായി പുതിയ വെളിച്ചവും പുതിയ ഉണർവുകളും നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് കരുത്തേകുകയാണ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഉജ്ജ്വലമായിട്ടുള്ള വെല്ലുവിളി നടത്തുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ ഓതിവെച്ച ആയത്തിൽ കാണുന്നത്. അം യഖൂലൂന തഖവ്വലഹു. എന്താണ് അവർ പറയുന്നത്? മുഹമ്മദ് ഈ ഗ്രന്ഥം കച്ചുകെട്ടി ഉണ്ടാക്കി എന്നാണോ അവർ പറയുന്നത്? ബൽ, അല്ല, ലാ യുഅ്മിനൂൻ, അവർക്ക് വിശ്വസിക്കാൻ മനസ്സില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. വിശ്വസിക്കാൻ അവർക്ക് മനസ്സുണ്ടെങ്കിൽ, വിശ്വസിക്കാനുള്ള എന്തെങ്കിലും ഒരാഗ്രഹം അവരുടെ മനസ്സിനകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ കറ്റുകെട്ടി ഉണ്ടാക്കിയതാണ് എന്ന് പറയാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഫൽയഅ്തൂ ബിഹദീസിൻ മിസ്ലിഹ്, ഇതുപോലുള്ള ഒരു വർത്തമാനം അവർ കൊണ്ടുവരട്ടെ. ഇൻ കാനൂ സ്വാദിഖീൻ, അവർ സത്യസന്ധരാണെങ്കിൽ. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈ, യാതൊരു കർത്താവുമില്ലാതെയാണോ അവർ സൃഷ്ടിക്കപ്പെട്ടത്? മനുഷ്യൻ മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അവന്റെ മനസ്സിനെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച്, മനോഘടനയെക്കുറിച്ച്, ശരീരഘടനയെക്കുറിച്ച്, മനസ്സും ശരീരവും തമ്മിലുള്ള താളാത്മകമായ ഐക്യത്തെക്കുറിച്ച്, അവന്റെ ആത്മാവിനെക്കുറിച്ച്, അവന്റെ ഭൗതിക ശരീരത്തെക്കുറിച്ച്, ആത്മാവും ഭൗതിക ശരീരവും തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ലേ? അത് ചിന്തിക്കുമ്പോൾ അതിനൊരു കർത്താവുമില്ല എന്നാണോ അവന് ബോധ്യപ്പെടുന്നത്? അം ഹുമുൽ ഖാലിഖൂൻ, അല്ല, അവർ സ്രഷ്ടാക്കളാണ് എന്നാണോ അവർക്ക് തോന്നുന്നത്? ഞാനൊരു സൃഷ്ടിയല്ല, ഞാൻ സ്രഷ്ടാവാണ് എന്നാണോ അവർക്ക് തോന്നുന്നത്? അം ഖലഖുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുഴുവൻ മനുഷ്യനാണ് സൃഷ്ടിച്ചത് എന്ന് അവന് തോന്നുന്നുണ്ടോ? ബൽ ലാ യുഖിറൂൻ, എന്നല്ല, അവർക്ക് ദൃഢമായി വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. മനുഷ്യനൊരു സ്രഷ്ടാവുണ്ടെങ്കിൽ, പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ടെങ്കിൽ, ആ മനുഷ്യനെയും പ്രപഞ്ചത്തെയും നിർവചിക്കുന്ന വിശുദ്ധ ഖുർആനും ഒരു സ്രഷ്ടാവുണ്ട്. ആ സ്രഷ്ടാവ് ഏകനായ അല്ലാഹുവാണ്, മുഹമ്മദ് നബി അല്ല. മുഹമ്മദ് നബി കറ്റികൊട്ടി ഉണ്ടാക്കി എന്നാണ് അവർ പറയുന്നതെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ മനസ്സില്ല എന്നേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇതുപോലുള്ള ഒരു വർത്തമാനം അവർ കൊണ്ടുവരട്ടെ എന്നുള്ളതാണ് വെല്ലുവിളി. ഈ വെല്ലുവിളി വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും ആവർത്തിച്ചിട്ടുണ്ട്. ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലി വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ്. നിങ്ങൾക്ക് ഈ ഗ്രന്ഥത്തിൽ വല്ല സംശയവും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു സൂറത്ത് കൊണ്ടുവരട്ടെ. നിങ്ങളുടെ മുഴുവൻ സാക്ഷികളെയും നിങ്ങൾ വിളിച്ചുകൊള്ളൂ. നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശവാസികൾ ഒറ്റയ്ക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അല്ലാഹുവെ കൂടാതെ വിളിച്ചാൽ കിട്ടുന്ന എല്ലാവരെയും വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്രന്ഥം കൊണ്ടുവരാവുന്നതാണ്. അല്ലാഹു പറയുന്നു, ഖുൽ, അവരോട് പറഞ്ഞേക്കുക, ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅ്തൂ ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഇതുപോലുള്ള ഒരു ഖുർആൻ, ഈ ഖുർആനെ പോലുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് ചേർന്നാലും ലാ യഅ്തൂന ബിമിസ്ലി, ഇതുപോലുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല. വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിഹിം ദഹീറ,
അവർ പരസ്പരം എത്ര സഹായിച്ചാലും അവർക്ക് സാധ്യമല്ല. ഇതുപോലുള്ള ഒരു ഖുർആൻ കൊണ്ടുവരാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല, അം യഖൂലൂന ഇഫ്തറാ, ഇത് കറ്റുകെട്ടി ഉണ്ടാക്കിയതാണ് എന്നവർ പറയുന്നുണ്ടോ? ഖുൽ, അവരോട് പറഞ്ഞേക്കുക, ഫഅ്തു ബിഅശ്രി സുവരിൻ മിൻഹു മുഫ്തറയാത്ത്, ഖുർആൻ മൊത്തത്തിൽ കൊണ്ടുവരണ്ട, ഒരു 10 അധ്യായമെങ്കിലും കൊണ്ടുവരിക. വദഉ മസ്തതഅതും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അല്ലാഹുവെ കൂടാതെ മുഴുവൻ സഹായികളെയും നിങ്ങൾ വിളിച്ചുകൊള്ളുക. ഓട്ടെ, 10 സൂറത്ത് എന്നിടത്ത് നിന്ന് വീണ്ടും താഴോട്ട് ഇറങ്ങുകയാണ്. അം യഖൂലൂന ഇഫ്തറാ ഖുൽ ഫഅ്തു ബിസൂറത്തിൻ മിസ്ലി, ഇതുപോലുള്ള ഒരൊറ്റ അധ്യായമെങ്കിലും കൊണ്ടുവരിക. വദഉ മസ്തതഅതും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അല്ലാഹുവെ കൂടാതെ മുഴുവൻ സഹായികളെയും വിളിച്ചാൽ കിട്ടുന്നിടത്ത് നിന്നെല്ലാം നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്നും വിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് വിശുദ്ധ ഖുർആനിന്റെ ഈ വെല്ലുവിളിയുടെ അർത്ഥം? സാധാരണ പറയാറുണ്ട്, ഒരു സാഹിത്യകൃതിയെ പോലെ മറ്റൊരു സാഹിത്യകൃതി ഉണ്ടാവുകയില്ല. ബഷീർ എഴുതിയ ഒരു ഗ്രന്ഥത്തെ പോലെ വേറെ ഒരാൾക്കൊരു ഗ്രന്ഥം എഴുതാൻ സാധ്യമല്ല. ആനന്ദ് എഴുതിയതുപോലെ വേറെ ഒരാൾക്ക് എഴുതാൻ സാധ്യമല്ല. ഷേക്സ്പിയർ എഴുതിയതുപോലെ വേറൊരാൾക്ക് എഴുതാൻ സാധ്യമല്ലെന്നിരിക്കെ വിശുദ്ധ ഖുർആനിന്റെ ഈ വെല്ലുവിളി എത്രത്തോളം അർത്ഥശൂന്യമാണ് എന്ന് ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ചോദ്യം വരുന്നത് വിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളിയുടെ വിഷയമേതാണ് എന്ന് മനസ്സിലാക്കാത്തവരിൽ നിന്നാണ്. വിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കുന്നത് ഇതേ ശൈലിയിലോ രൂപത്തിലോ ഉള്ള ഒരു ഗ്രന്ഥം വേറെ കൊണ്ടുവരിക എന്നല്ല. വിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളിക്ക് ചില അർത്ഥതലങ്ങളുണ്ട്. ആ അർത്ഥതലങ്ങൾ കൂടി മനസ്സിലാക്കുമ്പോഴാണ് വെല്ലുവിളിയുടെ ആഴം എത്രയാണെന്നും അതിന്റെ മുമ്പിൽ എങ്ങനെയാണ് ഖുറൈശി പ്രമുഖരായ ആളുകൾ പകച്ചു നിന്നതെന്നും നമുക്ക് മനസ്സിലാവുക. വിശുദ്ധ ഖുർആൻ വെല്ലുവിളി നടത്തുമ്പോൾ അറബി സാഹിത്യ സാമ്രാട്ടുകളോടായിരുന്നു വിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി. അറബി സാഹിത്യ സാമ്രാട്ടുകളോടായിരുന്നു വെല്ലുവിളി. ഈ വെല്ലുവിളി അർത്ഥമില്ലാത്ത വെല്ലുവിളിയല്ല. മരത്തിൽ കയറുന്നവനോട് കിണറ്റിലിറങ്ങുന്നവന്റെ വിഷയത്തിൽ വെല്ലുവിളിക്കുന്നത് പോലെയല്ല. പർവ്വതാരോഹണം നടത്തുന്നവരോട് കടൽ നീന്തിക്കടക്കാൻ വെല്ലുവിളി നടത്തുന്നത് പോലെയല്ല ഇത്. സാഹിത്യ ലോകത്ത് ജീവിച്ചിരുന്ന മനുഷ്യരോട് ഒരു ഗ്രന്ഥത്തിന്റെ വിഷയത്തിലുള്ള വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി സ്വീകരിക്കുവാനുള്ള ശ്രമം ഖുറൈശി പ്രമുഖന്മാർ, ഖുറൈശി സാഹിത്യകാരന്മാർ നടത്തിയിട്ടുണ്ട്. ആ ശ്രമങ്ങൾ വിജയിക്കാതെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ അത് മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ, ചിന്തിച്ചു, കണക്ക് കൂട്ടി, ആലോചിച്ചു, പിന്നെയും പിന്നെയും കണക്ക് കൂട്ടി, പിന്നെ മുഖം കൊണ്ടും കൈകൾ കൊണ്ടും കോപ്രായങ്ങൾ കാണിച്ചു, പിന്നെയും എഴുതി, പിന്നെയും ചിന്തിച്ചു. പക്ഷേ ഈ വിശുദ്ധ ഖുർആനെക്കുറിച്ച് ഒരു തീരുമാനത്തിലെത്താൻ, ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു വാക്ക് പറയാൻ പോലും കഴിഞ്ഞില്ല എന്ന് വിശുദ്ധ ഖുർആൻ അഭിമാനം കൊള്ളുന്നത് വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് വായിക്കാൻ കഴിയും. എന്തായിരുന്നു വിഷയം? ഒന്നാമതായി വിശുദ്ധ ഖുർആനും അതിന്റെ ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അറബി ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. വെല്ലുവിളിയുടെ പ്രഥമ സംബോധിതരും അറബി ഭാഷക്കാരായിരുന്നു. പക്ഷെ വിശുദ്ധ ഖുർആനിൽ ഓരോ പദവും ഒരു നല്ല ഹാരത്തിൽ മുത്തുമണികൾ വെക്കുന്നത് പോലെ വൃത്തിയായി തേച്ചു മിനുക്ക് ഭംഗിയായി അടുക്കടുക്കായി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
അറബി ഭാഷയിൽ നിന്ന് ഏറ്റവും മനോഹരമായ പദങ്ങൾ തിരഞ്ഞെടുത്ത് ആ പദങ്ങൾ തേച്ചുമിനുക്കി ആ പദങ്ങളെ ഒരു മാലയിലെന്ന വണ്ണം, മുത്തുമാലയിലെന്ന വണ്ണം കോർത്തിണക്കി വെച്ചിട്ടുള്ളതാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു പദമെടുത്തുകൊണ്ട് 1400 വർഷത്തിന് ശേഷവും ഈ പദം സാഹിതീയമായ മാനദണ്ഡങ്ങൾക്ക് യോജിച്ചതല്ല എന്ന് പറയുവാൻ ഒരാൾക്കും സാധ്യമല്ലാത്ത വിധം ഇന്നും സാഹിതീയ മാനദണ്ഡങ്ങൾക്ക് യോജിച്ച് അറബി ഭാഷയിൽ തിളങ്ങി നിൽക്കുന്ന പദങ്ങളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. വിശുദ്ധ ഖുർആനിൽ ധാരാളം ആവർത്തനം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷേ ഓരോ ആവർത്തനവും സന്ദർഭത്തിന്റെയും അർത്ഥത്തിന്റെയും പുതിയ ഉടയാടകൾ അണിയിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഒരാവർത്തനത്തെക്കുറിച്ചും നമുക്കൊരു വൈരസ്യവും അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമാനുഷികത എന്ന് പറയുന്നത്. 1400 കൊല്ലം മുമ്പ് ഇറങ്ങിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ ഇന്നും അറബി ഭാഷയുടെ സാഹിത്യത്തിന്റെ മാനദണ്ഡമായി നിലനിൽക്കുകയാണ്. അറബി ഭാഷയിൽ ധാരാളം പുതിയ പദങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. ഇക്കാലത്ത് പ്രത്യേകിച്ചും ഭിന്ന ജനസമൂഹങ്ങളുമായി ധാരാളമായി ഇടപഴകാൻ അവസരം കിട്ടുന്നവരെന്നുള്ള നിലയിൽ ഇംഗ്ലീഷിൽ നിന്നും ഫ്രഞ്ച് ഭാഷയിൽ നിന്നും ടർക്കിഷിൽ നിന്നും ഉറുദുവിൽ നിന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള പദങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അനുദിനം അറബി ഭാഷ സമ്പന്നമായി കൊണ്ടിരിക്കുകയാണ്. ഈ പദാവലികളും ഈ പ്രയോഗങ്ങളും മുഴുവൻ സ്വീകരിച്ച് അറബി ഭാഷ സമ്പന്നമാകുമ്പോഴും അറബി ഭാഷ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അച്ചുതണ്ടിൽ കിടന്നു കറങ്ങുന്നു എന്നുള്ളതാണ്. അറബി ഭാഷയെ വിശുദ്ധ ഖുർആൻ നങ്കൂരമിട്ട് നിർത്തിയിരിക്കുകയാണ്. അറബി ഭാഷ വികസിക്കുന്നു, വളരുന്നു, വലുതാവുന്നു. പക്ഷേ വിശുദ്ധ ഖുർആനിന്റെ അച്ചുതണ്ടിൽ നിന്ന് തെറ്റിപ്പോകാൻ അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ വിശുദ്ധ ഖുർആനല്ലാത്ത എല്ലാ വേദങ്ങളുടെയും ഭാഷകൾ മൃതങ്ങളായി കഴിഞ്ഞിരിക്കുന്നു, അനുയായികളില്ലാത്ത ഭാഷകളായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വരുമ്പോഴാണ് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഈ അമാനുഷികത നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. രണ്ടാമതായി വിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കം നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ വളരെ വിശാലമാണ്. ഓരോ മനുഷ്യന്റെയും ഉദ്ഭവത്തെക്കുറിച്ച്, അവൻ ഒന്നുമില്ലാത്ത അവസ്ഥയെ സംബന്ധിച്ച്, മാതാവിന്റെ എഗ്ഗും പിതാവിന്റെ അണ്ഡവും ചേരുന്നതിനെക്കുറിച്ച്, അത് സൈഗോട്ടായി മാറുന്നതിനെക്കുറിച്ച്, അത് ഭ്രൂണമായി പരിണമിക്കുന്നതിനെക്കുറിച്ച്, ആ ഭ്രൂണം മാംസകഷ്ണമായി മാറുന്നതിനെക്കുറിച്ച്, അത് എല്ലായി പരിണമിക്കുന്നതിനെക്കുറിച്ച്, ആ എല്ല് വീണ്ടും മാംസം കൊണ്ട് പൊതിയുന്നതിനെക്കുറിച്ച്, അങ്ങനെ കണ്ണും കാതും കയ്യും കാലും വെച്ച് കുഞ്ഞായി പുറത്തു വരുന്നതിനെക്കുറിച്ച്, ശൈശവാവസ്ഥയെക്കുറിച്ച്, ബാല്യത്തെക്കുറിച്ച്, കൗമാരത്തെക്കുറിച്ച്, യുവത്വത്തെക്കുറിച്ച്, മധ്യവയസ്കതയെക്കുറിച്ച്, വാർദ്ധക്യത്തെ സംബന്ധിച്ച്, വാർദ്ധക്യത്തിന്റെ അവസാനത്തിൽ വീണ്ടും കുട്ടിത്തം തിരിച്ചു വരുന്നതിനെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, മരണത്തിന് ശേഷമുള്ള ശരീരത്തിന്റെ അവസ്ഥകളെക്കുറിച്ച്, മരണത്തിന് ശേഷമുള്ള ആത്മാവിന്റെ അവസ്ഥകളെ സംബന്ധിച്ച്, വിചാരണയെക്കുറിച്ച്, നന്മതിന്മകളെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ബർസഖയായ ജീവിതത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജന്മം മുതൽ ലോകാവസാനത്തിന് ശേഷം നീണ്ടു നിൽക്കുന്ന ജീവിതത്തെക്കുറിച്ചെല്ലാം വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഉദ്ഭവത്തെക്കുറിച്ച്, പ്രപഞ്ചം പൊട്ടിത്തെറിച്ചതിനെക്കുറിച്ച്, ഗ്രഹങ്ങൾ രൂപപ്പെട്ടതിനെക്കുറിച്ച്, സൂര്യനെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, പ്രപഞ്ചത്തിന്റെ ചരിത്രത്തെക്കുറിച്ച്, പ്രപഞ്ചത്തിന്റെ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച്, പ്രപഞ്ചത്തിന്റെ ഭാവിയെക്കുറിച്ച്, ലോകത്തിന്റെ തകർച്ചയെക്കുറിച്ച്, തകർച്ചയ്ക്ക് ശേഷം മറ്റൊരു ലോകം സൃഷ്ടിതമാകുന്നതിനെക്കുറിച്ച് എല്ലാം വിശുദ്ധ ഖുർആനിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മനുഷ്യ സമൂഹത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയെക്കുറിച്ച്, വിവിധ നാഗരികതകളുടെയും സംസ്കാരങ്ങളുടെയും ഉത്ഥാനങ്ങളെക്കുറിച്ച്, പതനങ്ങളെക്കുറിച്ച്,
ഉദ്ധാനങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച്, പതനങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച്, ഏറ്റവും വലിയ സംസ്കാരങ്ങളും നാഗരികതകളും ഏതടിത്തറയിലാണ് പടുത്തുയർത്തിയത് എന്നതിനെക്കുറിച്ച്, ഇനിയും നാഗരികതകളും സംസ്കാരങ്ങളും പടുത്തുയർത്തേണ്ടത് ഏതടിത്തറകളിലായിരിക്കണം എന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. കലയെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച്, സമൂഹ വ്യവസ്ഥയെക്കുറിച്ച്, രാഷ്ട്രീയ വ്യവസ്ഥയെ സംബന്ധിച്ച്, സദാചാര വ്യവസ്ഥയെക്കുറിച്ച്, ആത്മീയ വ്യവസ്ഥയെക്കുറിച്ചെല്ലാം വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നതായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷെ ഈ വിഷയ വൈവിധ്യത്തോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ ഈ വിഷയങ്ങളെ മുഴുവൻ ചേർത്ത് കടന്നുപോകുന്ന ഒരു അന്തർധാരയായി വർത്തിക്കുന്ന ചില മൗലികമായ ദർശനങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള വിഷയവൈവിധ്യങ്ങളെ ആദർശത്തിന്റെയും ദർശനത്തിന്റെയും ചരടിൽ കോർത്തെടുത്തിട്ടുള്ള ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഇന്ന് നിലനിൽക്കുന്നത് ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല. വിശുദ്ധ ഖുർആൻ ആദ്യമായി നിലനിൽക്കുന്നത് ലക്ഷലക്ഷക്കണക്കായ മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ്. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ മാത്രമല്ല, അവരുടെ മസ്തിഷ്കങ്ങളിൽ, ഹൃദയമസ്തിഷ്കങ്ങളിൽ മാത്രമല്ല, അവരുടെ വിശ്വാസങ്ങളിൽ, അവരുടെ ജീവിതചര്യയിൽ, അവരുടെ പെരുമാറ്റ മര്യാദകളിൽ, അവരുടെ കുടുംബ ബന്ധങ്ങളിൽ, അവരുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ, അവരുടെ സംസ്കാര നാഗരികതകളിൽ, അവരുടെ രാഷ്ട്ര സമുച്ചയങ്ങളിൽ എല്ലാം തന്നെ വിശുദ്ധ ഖുർആൻ ജീവനോടുകൂടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു സവിശേഷത. മനുഷ്യന്റെ ഹൃദയമസ്തിഷ്കങ്ങളിൽ നിന്നോ, മനുഷ്യന്റെ ജീവിതചര്യകളിൽ നിന്നോ, മനുഷ്യന്റെ നാഗരികതകളിൽ നിന്നോ, സംസ്കാരങ്ങളിൽ നിന്നോ അടർത്തി മാറ്റപ്പെട്ട് ഗ്രന്ഥങ്ങളിലും സീഡികളിലും കേസറ്റുകളിലും മാത്രം നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമല്ല ഖുർആൻ. മറിച്ച് ആ ഗ്രന്ഥം സീഡികളും പുസ്തകങ്ങളും കേസറ്റുകളും കമ്പ്യൂട്ടറുകളും മുഴുവൻ നശിപ്പിക്കപ്പെട്ടാലും ആളുകളുടെ ഹൃദയമസ്തിഷ്കങ്ങളിലും അവരുടെ ജീവിത രീതികളിലും അവരുടെ കുടുംബങ്ങളിലും അവരുടെ നാഗരികതകളിലും സംസ്കാരങ്ങളിലും അത് നിലനിൽക്കും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിന്റെ വലിയ വെല്ലുവിളി എന്ന് നമ്മൾ മനസ്സിലാക്കും. അവിടെയും നിൽക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് 23 കൊല്ലം കൊണ്ടാണ്. ആ 23 കൊല്ലം എന്ന് പറഞ്ഞാൽ അതിന്റെ നായകനായ ഒരു മനുഷ്യനുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അദ്ദേഹം ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്ക് ധ്യാനിച്ചു നിൽക്കെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഇറങ്ങുന്നു. തന്റെ സമൂഹത്തിൽ നിന്ന് ആട്ടും തുപ്പുമേറ്റ് പ്രയാസം സഹിച്ചുകൊണ്ടിരിക്കെ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നു. അങ്ങനെ മക്കയിൽ വെച്ച് ദാർശനികമായ ആദർശപരമായിട്ടുള്ള തത്വങ്ങൾ അവതരിപ്പിക്കുന്നു. ജീവിതത്തിന്റെ വിവിധ മേഖലകളെക്കുറിച്ചുള്ള തത്വങ്ങൾ. ആ തത്വങ്ങൾ എങ്ങനെ വളർന്നു വികസിക്കുക മാത്രമല്ല, മദീനയിലേക്ക് ചെന്നതിന് ശേഷം ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിത വ്യവസ്ഥ തന്നെ അദ്ദേഹം കെട്ടിപ്പടുക്കുന്നു, ഒരു രാഷ്ട്രം തന്നെ അദ്ദേഹം കെട്ടിപ്പടുക്കുന്നു. പക്ഷേ ജീവിതത്തിന്റെ പല അവസ്ഥകളെയും പിന്നിട്ടിട്ടും വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു വചനം മറ്റൊരു വചനത്തിന് വിരുദ്ധമാണ്. ആദ്യം പറഞ്ഞിട്ടുള്ള ഇന്ന തത്വങ്ങൾ ബലികഴിപ്പിച്ചുകൊണ്ടാണ് മദീനയിൽ വെച്ച് ഇന്ന ഒരു വ്യവസ്ഥ കെട്ടിപ്പടുത്തിട്ടുള്ളത് എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ലാത്ത വിധം ആദ്യം മുതൽ അവസാനം വരെ ഒരേ ക്രമത്തിൽ ഒരേ തത്വം അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ലോകത്ത് ഒരു മനുഷ്യനും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. പരിഷ്കർത്താക്കൾ തത്വങ്ങളെന്ന് പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളും പ്രയോഗവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അവഗണിക്കേണ്ടതായി വന്നിട്ടുണ്ട്. തത്വം വേറെ, പ്രയോഗം വേറെ എന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെയാണ് ജനം കേൾക്കുന്നത്.
പ്രവാചകൻ എങ്ങോ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന ഒരാളല്ല. വിശുദ്ധ ഖുർആൻ ജനങ്ങളോട് സംസാരിച്ച് ആകാശത്തേക്ക് കയറിപ്പോയിട്ടുമില്ല. വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്നത് വരെയുള്ള 40 വർഷക്കാലം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബത്തോടും തന്റെ നാട്ടുകാരോടും തന്റെ സമൂഹത്തോടും സംവദിച്ചു പോന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിലും തന്റെ കൂട്ടുകുടുംബങ്ങളോടും നാട്ടുകാരോടും സമൂഹങ്ങളോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംവദിച്ചു പോന്നിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പ്രത്യേകമായ ഭാഷ, പ്രത്യേകമായ ശൈലി, പ്രത്യേകമായ ഈണം, പ്രത്യേകമായ രാഗം, പ്രത്യേകമായ ശ്രുതി, പ്രത്യേകമായ താളം. എന്നാൽ അദ്ദേഹം സാധാരണഗതിയിൽ സംസാരിക്കുന്നത് ഒരു സാധാരണ അറബി ഭാഷയിൽ, ഒരു നല്ല സാഹിത്യ അറബി എന്ന് മാത്രം. ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് 2 ചാനലുകൾ ഒഴുകുകയാണ്. ഒന്ന് വിശുദ്ധ ഖുർആൻ എന്ന ചാനൽ. ആ ചാനൽ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ആഞ്ഞു തറക്കുന്നത്, അവരുടെ മസ്തിഷ്കങ്ങളെ പ്രകമ്പനം ചെയ്യിക്കുന്നത്, അവർക്കിൽ വിപ്ലവം പരിവർത്തനമുണ്ടാക്കുന്ന വചനങ്ങൾ. മറ്റേതാകട്ടെ സാധാരണ വചനങ്ങളും. ഒരൊറ്റ മനുഷ്യന്റെ നാവിൽ നിന്ന് ഒരു ദിവസമോ 2 ദിവസമോ അല്ല, നീണ്ട 23 വർഷക്കാലം 2 ചാനലുകൾ ഒഴുകി എന്നുള്ളതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിങ്കിൽ നിന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ സവിശേഷത എന്ന് പറയുന്നത്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ സവിശേഷതകളെക്കുറിച്ച് നാം പറയുന്നുവെങ്കിൽ അവസാനിക്കുകയില്ല. ഈ വിശുദ്ധ ഖുർആനിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മാർഗദർശനം നിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. ചിലപ്പോൾ ചില ഉപകരണങ്ങൾ നമ്മുടെ വീട്ടിൽ വാങ്ങിവെക്കാറുണ്ട്. 1 മാസമോ 2 മാസമോ കഴിഞ്ഞിട്ട് അത് തീർത്തും പ്രവർത്തിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് വല്ലാത്ത ഒരു നഷ്ടബോധം തോന്നും. ഞാനൊരു കമ്പ്യൂട്ടർ വാങ്ങിയിട്ട് 6 മാസമായി, ഇതുവരെ അതൊന്ന് തൊട്ടു നോക്കാനോ തുറന്നു നോക്കാനോ, അതുകൊണ്ട് എന്തെങ്കിലും എനിക്കോ എൻ്റെ കുട്ടികൾക്കോ ഒരു ഉപകാരം എടുക്കാനോ കഴിഞ്ഞില്ലല്ലോ, ഇത്രയും രൂപ വൻ നഷ്ടമാണ്, ഒന്നിനും കൊള്ളാത്തതാണ് എന്ന ഒരു നഷ്ടബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. അതൊരു നഷ്ടബോധം തന്നെയാണ്, ഉണ്ടാകേണ്ടതാണ്. ഇതൊരു ഭൗതിക പദാർത്ഥത്തെ സംബന്ധിച്ച് നമുക്ക് തോന്നുന്ന നഷ്ടബോധമാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, വിശുദ്ധ ഖുർആൻ എന്നുള്ള ഈ ഗ്രന്ഥം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മാർഗദർശനത്തിന് വേണ്ടി നൽകിയിട്ടുള്ള ഈ ഗ്രന്ഥത്തെ ജീവിതത്തിൽ നിങ്ങൾ പിന്നിട്ടിട്ടുള്ള ഈ വർഷങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്തു? അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നിങ്ങൾ എന്ത് ചെയ്തു? ഏതൊക്കെ വിഷയങ്ങളെക്കുറിച്ച് ഈ വിശുദ്ധ ഖുർആൻ വെളിച്ചം വീശുന്നുവോ ആ വിഷയങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾ ഇപ്പോഴും അന്ധകാരത്തിലല്ലേ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആനിലേക്ക് വീണ്ടും തിരിയേണ്ടുന്ന ആവശ്യം ഉണ്ടാകുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് അവസാനമായി പറയുന്നത് ഒരു വാക്കാണ്. ആ വാക്കെന്തെന്ന് ചോദിച്ചാൽ, ഈ വിശുദ്ധ ഖുർആൻ വേണ്ടും വിധം മനസ്സിലാക്കാൻ നമുക്കവസരമുണ്ടായില്ല. ഇനിയും അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതല്ല ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം. നിങ്ങളുടെ കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. അവരിൽ പലരും ഇപ്പോൾ വെക്കേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികൾക്ക് ഈ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം നിങ്ങൾ നൽകണം. അതിനുള്ള സംവിധാനങ്ങൾ നിങ്ങളുടെ ഗ്രാമങ്ങളിലുണ്ടാകട്ടെ, പട്ടണങ്ങളിലുണ്ടാകട്ടെ. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഹിദായത്തിന്റെ വെളിച്ചം അവർ ലോകത്ത് ഏത് വിജ്ഞാനം ആർജിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അവർക്ക് ലഭിക്കട്ടെ. കാരണം മുഴുവൻ വിജ്ഞാനത്തിന്റെയും ആമുഖമാണ് ഖുർആൻ. അല്ല, മുഴുവൻ വിജ്ഞാനത്തിന്റെയും ഉപസംഹാരമാണ് ഖുർആൻ. തുടക്കവും ഖുർആനാണ്, ഒടുക്കവും ഖുർആനാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ശരിയാം വണ്ണം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ പ്രേരണ നൽകുക. അങ്ങനെ പ്രേരണ നൽകുന്ന സംവിധാനങ്ങളുമായി നിങ്ങളുടെ കുട്ടികളെ ഉൾച്ചേർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.